നമസ്തേ സർ. സർ, വി ഡി സതീശനും പിണറായി വിജയനും ഒക്കെ പറയുന്ന മാതിരി ഒരു മതസൗഹാർദ്ദമുള്ള ഒരു കേരളമായിട്ട് കേരളം മാറുമോ? നമുക്ക് അങ്ങനെ ഒന്ന് പ്രതീക്ഷിക്കാമോ? അഞ്ജനെ പിള്ളേർ ചോദിക്കുമ്പോഴേ അത് വർത്തമാന കാലത്ത് വളരെ പ്രചാരത്തിലുള്ള ഒരു നറേറ്റീവിന്റെ പ്രകടനമാണ് കാണുന്നത്. അത് കേരളം മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായൊരു സംസ്ഥാനമാണ് അല്ലേ? അല്ല. ഭാരതത്തിലെ മറ്റു സംസ്ഥാനങ്ങളോട് താരതമ്യം ചെയ്യുമ്പം വർഗീയതയും മതപരമായ വേർതിരിവുകളും മതപരമായ അവഗണനയും അവഹേളനവും ഇത്രയേറെയുള്ള വേറൊരു സംസ്ഥാനമില്ല. കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളെ നിശ്ചയിക്കുന്നത് ആദ്യ തെരഞ്ഞെടുപ്പ് തൊട്ട് 57-ലാണ് കേരളമാകുന്നത്. ആ തെരഞ്ഞെടുപ്പ് തൊട്ട് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിശ്ചയിക്കുന്നത് മതം, ജാതി. ഞാനിത് പറയുമ്പോഴത്തേക്ക് മതസൗഹാർദ്ദത്തിന്റെ മാതൃകയാണെങ്കിൽ മലബാറിൽ 1920 ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തിട്ട് ആ ഹിന്ദു സമൂഹത്തെ കൊന്നു കൊല വിളിച്ച കിണറ്റിൽ കെട്ടിത്താത്ത പലരും ജീവനോടെ പോലും താത്ത മലബാർ ലഹരിയുടെ ചരിത്രം മറന്നിട്ടാരും ഇത് പറയരുത് ഇവിടെ മതസൗഹാർദ്ദത്തിന്റെ രാജ്യമായിരുന്നു, സംസ്ഥാനമാണെന്ന്. അതുപോലെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും അധിനിവേശ ശക്തികളായിട്ട് വന്ന ഇസ്ലാമിക മതമൗലികവാദികളും ആംഗ്ലോ ക്രിസ്ത്യൻ മത രാഷ്ട്രീയ ശക്തികളും രണ്ടു കൂട്ടരും അടക്കി വാണൊരു നാടാണ് ഇവിടെ കേരളം. അവര് അടക്കി വാണതിന്റെ പേരില് ഒരുപക്ഷെ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന തനത് ഭാരതീയ സംസ്കൃതിയും ഹിന്ദുമതവും പിന്തുടരുന്ന ആളുകൾക്ക് തല ഉയർത്താൻ വയ്യാത്തൊരു സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നെന്നും അവർക്ക് നേരിടേണ്ടി വന്ന അക്രമങ്ങളെയും അവഹേളനങ്ങളെയും അവസര നിഷേധങ്ങളെയും അവര് സഹിച്ചും ക്ഷമിച്ചും കഴിഞ്ഞുകൂടിയൊരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് ശ്മശാനമോഹത എന്ന് പറയുന്നത് പോലെ ഗ്രേവ് യാർഡിലെ സൈലൻസ് അല്ലേ, അങ്ങനൊന്നും കേരളത്തിലുണ്ടായിരുന്നായിരിക്കും. അതിനപ്പുറമായിട്ട് ഒരു സകാരാത്മകമായിട്ട് എല്ലാവർക്കും തുല്യനീതി, എല്ലാവർക്കും ആർക്കും പ്രത്യേകിച്ച് പ്രീണനം ഇല്ലാത്തൊരു സാഹചര്യം കേരളത്തിലായിരുന്നു. അതിന് കാരണം 1957 ഇലക്ഷൻ നമുക്ക് ചിന്തിക്കാം. ഒരു കാര്യം മനസ്സിലാക്കണം, മലബാറിലെ കാര്യം ഞാൻ പറഞ്ഞു. തിരുവിതാംകൂർ കൊച്ചി സൈഡിലാണെങ്കിൽ ഇംഗ്ലീഷ് ഭരണകൂടത്തിന്റെ കാലഘട്ടത്തില് അവര് താല്പര്യമുള്ള മതവിഭാഗത്തിന് അവർക്ക് സംരക്ഷണം കൊടുത്തോണ്ട് അയ്യാ വൈകുണ്ഠസ്വാമിയുടെ വേലുത്തമ്മി തലവയുടെ ഒക്കെ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യമാണത്. അവരൊക്കെ ചൂണ്ടിക്കാണിച്ച ആ ക്രിസ്ത്യൻ മതം ഓരോരുത്തരത്തിലുള്ള അതിനുള്ള പ്രോത്സാഹനവും സൗകര്യം കൊടുക്കുന്നതിനിടയ്ക്ക് ഹിന്ദുവിനെതിരെ ഉണ്ടായ അടിച്ചമർത്തൽ എന്ന് പറയുന്നത് ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങൾ തന്നെ. അതിന്റെ പ്രയോജനം അനുഭവിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിനോട് പോലും യോജിച്ചൊരു രാഷ്ട്രീയ വിഭാഗമായിരുന്നില്ല അവര്. ഉദാഹരണത്തിന് 1946 വരെ മലയാള മനോരമ ഗാന്ധിജിയെ മിസ്റ്റർ ഗാന്ധി എന്ന് വിളിക്കുള്ളായിരുന്നു, മഹാത്മാഗാന്ധി എന്ന് വിളിക്കില്ലായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടും എന്ന് ഉറപ്പായപ്പോഴാണ് പലരും മാറുകയും ആ മനോരമ പോലുള്ളവരുടെ സ്വാധീനത്തോടു കൂടി അവര് കോൺഗ്രസിനെ അവരുടെ കയ്യിലെടുക്കുകയും ചെയ്തു. ആർ ശങ്കറിനെയും മുനത് പനാഭിനെയും ഒക്കെ സൈഡിലേക്ക് മാറ്റിക്കൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ മതവിഭാഗത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറി. അങ്ങനെയാണ് ആർ ശങ്കറും മുനത് ഒക്കെ ഒന്നിച്ച് സാധ്യത ഹിന്ദു മഹാമണ്ഡലത്തെ തകർക്കാനും ഏറ്റവും പ്രധാനമായിട്ട് ശബരിമല തീവപ്പ് അത് ആ പറയുന്ന മതവിഭാഗത്തിന്റെയും രാഷ്ട്രീയ പക്ഷത്തിന്റെയും ഏറ്റവും ക്രൂരമായ ഇടപെടലിലാണ് ശബരിമല തീവപ്പുണ്ടായത്.
ഇനിയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരാം. 1957 ഇലക്ഷൻ നടക്കുമ്പോൾ ആ ഇലക്ഷന് എല്ലാവരും പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായിട്ട് ലോകത്തിൽ തെരഞ്ഞെടുപ്പ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല അധികാരത്തിൽ വന്നത്, കമ്മ്യൂണിസവും അല്ല, പ്രത്യയശാസ്ത്രവും അല്ല. ആ പ്രസ്ഥാനത്തെ അധികാരത്തിൽ വരുന്നതിന് അവസരം കൊടുത്തു എന്ന് പറയുന്നത് ജനവികാരം അവർക്ക് അനുകൂലമാക്കിയെന്ന് പറയുന്ന സാഹചര്യം മനസ്സിലാക്കണം നമ്മൾ. മലബാറില് ഹിന്ദുവായിട്ട് പരിവർത്തനം ചെയ്യപ്പെട്ട രാമസിംഹൻ എന്നൊരാളുണ്ടായിരുന്നു. ആ രാമസിംഹനെ മുസ്ലിം തീവ്രവാദികള്, മതമൗലികവാദികള് ആ കുടുംബത്തോടൊപ്പം കൊന്നില്ലാതാക്കി. മലബാർ ഭാഗത്ത് ഹിന്ദു അതിനൊരു പ്രതികാരം ഉണ്ടാവണം, അതിലെ കുറ്റക്കാരെ കണ്ടുപിടിക്കണം എന്നുള്ള ആവശ്യം അവരുടെ മനസ്സിൽ കത്തി നിൽക്കുമായിരുന്നു. അത് ചെയ്യാം എന്ന് വീട് കയറി പറഞ്ഞു കിടന്നാണ് കമ്മ്യൂണിസ്റ്റുകാരൊന്നും വോട്ട് പിടിച്ചത്. കോൺഗ്രസ്സുകാരൊന്നും ആ കൂട്ടത്തിലാണ്, മറുപക്ഷത്താണ്. ഇവിടെയാണെങ്കിൽ ശബരിമല തീ വെച്ചു. ആ ശബരിമല തീ വെപ്പ് നടത്തിയതിന്റെ പേരില് തിരുവിതാംകൂർ കൊച്ചി ഭാഗത്തും ഏതാണ്ട് കേരളത്തിൽ പൊതുവെയും ഹിന്ദുവിന്റെ വികാരം വ്രണപ്പെട്ടിരുന്നു. അവിടെ ആ വ്രണപ്പെട്ട ഹിന്ദുവിന്റെ വികാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർക്ക് അനുകൂലമായിട്ട് തിരിച്ചെടുത്തു. അങ്ങനെ തിരിച്ചെടുക്കാൻ വേണ്ടി അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന എം എൻ ഗോവിന്ദൻ നായർ, പി കെ വാസുദേവൻ നായർ, കല്യാണകൃഷ്ണൻ നായർ, ചങ്ങനാശ്ശേരിക്കാരനാണ്. ഇവർക്കൂടെ പെരുന്നേൽ ചെന്ന മുന്നത്തെ അനുഗ്രഹവും വാങ്ങിച്ചാണ്. ആ പിന്തുണയാണ് ഈ മലബാറിലെ രാമസിംഹന്റെ പേരിലും ശബരിമല കത്തിച്ചതിന്റെ പേരിലുള്ള ആ രണ്ട് സംഭവങ്ങളോടുള്ള ഹിന്ദുവിന്റെ വികാരം, അതിനെതിരെയുള്ള വികാരത്തെയാണ് വോട്ടാക്കി മാറ്റി നേരിയ ഭൂരിപക്ഷത്തിന് ഈ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇവർ പിന്നെ ചെയ്തതെന്താ, അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് നേരെ തിരിഞ്ഞു. ആ തിരിഞ്ഞ സാഹചര്യത്തിലാണ് ഈ മന്ദത്തുള്ളവരൊക്കെ ഉൾപ്പെടെ തന്നെ വിമോചന സമരം കൊണ്ട് നിറക്കട്ടെ വന്നു. പിന്നീട് വന്ന രാഷ്ട്രീയം 67 ലീഗിലെ, മുസ്ലിം ലീഗിലെ എന്ന വർഗീയ പാർട്ടിയെ കൂട്ടുപിടിച്ചിട്ടാണ് കമ്മ്യൂണിസ്റ്റ് മുന്നണി, സപ്തകക്ഷി മുന്നണി കേരളത്തിൽ അധികാരം വരുന്നത്. അവിടെ തൊട്ട് വർഗീയ മുന്നണികളുടെ ചരിത്രം സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞു പിന്നീട് മാറി രണ്ട് പാർട്ടിക്കകത്തും, ഇടത് മുന്നണിക്കകത്തും വലത് മുന്നണിക്കകത്തും മുസ്ലിം ലീഗ് ഉണ്ടാവും. ഒന്നി മുസ്ലിം ലീഗ് ആണെങ്കിൽ മറ്റിടത്ത് INL, ഒന്നി മുസ്ലിം ലീഗ് ആണെങ്കിൽ അപ്പുറത്ത് SDPIയും വെൽഫെയർ പാർട്ടി, ഇതെല്ലാം വർഗീയ പാർട്ടികളാണ്. PDP, മദനിയുടെ പാർട്ടി, ഇവരൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. പിന്നെ ഒരു പ്രാവശ്യം കൂടെ ഇവരാരും ഇല്ലാതെ വന്നു. നിലയ്ക്കൽ പ്രശ്നം ഉണ്ടായപ്പോൾ നിലയ്ക്കൽ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട സമരത്തിൽ ഹിന്ദുപക്ഷം വിജയിച്ചു. കരുണാകര സർക്കാരിനെതിരെയുള്ള ജനവികാരം ആളിക്കത്തിയപ്പം EMS കണ്ടു ഇതാണ് മതേതരത്തെ പറ്റി നേരം. കൂടെയുള്ള INL എന്ന ലീഗുകാരനെയും കേരള കോൺഗ്രസ്സുകാരനെയും എല്ലാം മൊഴി ചൊല്ലി പറഞ്ഞു പുറത്തു വിട്ടു. എന്നിട്ട് പ്യുവറായിട്ട് പത്തരമാറ്റ മതേതര പാർട്ടികൾ മാത്രമുള്ള CPIയും CPMും ഒക്കെ മാത്രമുള്ള മുന്നണി ഉണ്ടാക്കി. ഈസിയായിട്ട് ജയിച്ചു, കാരണം ഹിന്ദുവിന്റെ വോട്ട് നേടി. എന്നാൽ പിന്നീട് വന്നപ്പോഴത്തേക്ക് ഇപ്പൊ ചെയ്തിരിക്കുന്നത് എന്താണ്, ഹിന്ദുവിനെ എതിർക്കും. മദനിയുടെ കാലത്തൊട്ടും പിണറായി വിജയൻ കേരള കോൺഗ്രസ്സുകാരന്റെ കൂടെ കൂട്ടും. അപ്പൊ ഞാൻ വേറൊരു ചർച്ച പറഞ്ഞല്ലോ, ബെന്റിക്കോസുകാരെ അവർക്ക് പ്രത്യേക ആനുകൂല്യം കൊടുത്ത് അവരെ കൂടെ കൂട്ടും. വർഗീയ പ്രീണനത്തിന്റെ രാഷ്ട്രീയമായി. പിന്നെ പ്രത്യേകിച്ചും ആ ശബരിമല വിഷയമൊക്കെ എന്ത് ചെയ്താണ്, ശബരിമല വിഷയമൊക്കെ ചെയ്തെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഹിന്ദുവിനെ എതിർക്കാൻ വേണ്ടി മാത്രമല്ല, ഹിന്ദുവിനെ എതിർക്കുന്നതാണ് ഹിന്ദുവിനെ വെറുക്കുന്ന മതന്യൂനപക്ഷങ്ങൾ, ഹിന്ദുവിനെ വെറുക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് തൃപ്തി ഉണ്ടാകാൻ വേണ്ടി ഹിന്ദുവിനെ എതിർക്കുന്നതാണ് രാഷ്ട്രീയമായിട്ട് നേട്ടമുണ്ടാകുന്നതെന്ന് കണ്ടതിന്റെ പേരിലാണ് പിണറായി വിജയനാണെങ്കിലും VD സതീശൻ ഉൾപ്പെടുന്ന രണ്ട് മുന്നണികളും, ഒന്ന് ഇടത് വർഗീയ മുന്നണി, മറ്റേത് വലതു വർഗീയ മുന്നണി. യഥാർത്ഥത്തില് ഈ ഇടത് വർഗീയ മുന്നണിയുടെയും വലതു വർഗീയ മുന്നണിയുടെ ഇടയ്ക്ക് ഭാരതീയ ദേശീയതയോട്
പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയമാണ് ഇന്ന് കേരളത്തിൽ വളർന്നു വരുന്നത്. ഞാനിപ്പോ അത് പറയാൻ പോവായിരുന്നു സാർ. കോൺഗ്രസിന്റെ ആണെങ്കിൽ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ അവർക്കൊരു നിലനിൽപ്പില്ല. അല്ല, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന വർഗീയ പാർട്ടി അത് പറയത്തോലുമില്ലല്ലോ. അല്ല, മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി അല്ലെങ്കിൽ ഏതാ വർഗീയ പാർട്ടി? മുഹമ്മദ് അലി ജിന്ന തുടങ്ങി വെച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്നും പേര് പോലും മാറ്റിയിട്ടില്ല, കൊടി മാറ്റിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധി ഇവിടെ ഒന്ന് ഇലക്ഷൻ വന്നപ്പം ഈ കൊടി കണ്ട വടക്കേ ഇന്ത്യക്കാരൻ ഇത് പഴയ ജിന്നയുടെ കൊടിയല്ലേ, ഇത് പഴയ ജിന്നയുടെ കൊടിയല്ലെന്ന് കേട്ടത്. അതുപോലെ തന്നെ ആ വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയല്ലേ പശുക്കിടാവിന്റെ കഴുത്തറുത്തിട്ട് ഒരു മാങ്കുറ്റിയോ പൂക്കുറ്റിയോ ആണ് ഒരുത്തൻ. അതുപോലെ കൊല്ലത്തെ ബിന്ദുകൃഷ്ണനെ പോലുള്ളവര് പശുവിന്റെ ഇറച്ചി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കി. എന്തിനാ? കഴിക്കാൻ താല്പര്യമുണ്ടല്ലോ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഞാനിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഹിന്ദുവിനെ എതിർക്കുന്നവരുടെ എന്ന് പറഞ്ഞാൽ ഹിന്ദു വിരുദ്ധ വർഗീയത, അതായി ഇവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെയും വലതുപക്ഷ രാഷ്ട്രീയത്തെയും മുന്നണിയുടെയും, ഇടതു വർഗീയ മുന്നണിയുടെയും വലതു വർഗീയ മുന്നണിയുടെയും രാഷ്ട്രീയം എന്ന് പറയുന്നത് ഹിന്ദു വിരുദ്ധ വർഗീയതയായി മാറി. കൂട്ടത്തിൽ ദേശവിരുദ്ധ രാഷ്ട്രീയവും ചൈനയ്ക്കും പാകിസ്ഥാനും പാശ്ചാത്യ രാജ്യങ്ങൾക്കും അനുകൂലമായ രാഷ്ട്രീയ നിലപാടും. അപ്പം ഹിന്ദു വിരുദ്ധ വർഗീയതയും ദേശവിരുദ്ധ രാഷ്ട്രീയത്തിന്റെയും കൂടെ കോമ്പിനേഷനാണ് കേരളത്തിൽ രണ്ടു മുന്നിലാണ് നിൽക്കുന്നത്. അതിപ്പോ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ആദ്യം നിഷേധിച്ച ഒരു പാർട്ടിയാണ് CPIM. നമ്മുടെ ഇപ്പൊ അതിനെ അനുകൂലിക്കുന്നില്ലേ? ഇലക്ഷൻ കണ്ടുകൊണ്ടല്ലേ അത് ചെയ്യുന്നത്? അല്ല, ഇപ്പൊ തന്നെ വേറെ പാർട്ടി ഒന്നുമില്ല. യാക്കോബക്കാരുടെ പള്ളി വിഷയത്തിൽ കോടതി, അവിടെ കോടതി വിധി വന്നപ്പോഴത്തേക്ക് ആ ക്രിസ്ത്യൻ ജനവിഭാഗത്തെ സഹായിക്കാൻ വേണ്ടി സ്റ്റേറ്റ് ഗവൺമെന്റ് കോടതി ഇടപെട്ടു. മറ്റേ കേസ് വന്നപ്പോഴത്തേക്ക് അങ്ങനെയല്ല. ഒരു കോടതി വിധിയുടെ ന്യായം പറഞ്ഞുകൊണ്ട് ഹിന്ദുവിന്റെ വിശ്വാസ പ്രമാണങ്ങളെ തകർത്ത് തരിപ്പണമാക്കുക, ആ തരത്തിലേക്ക് പോയതിനോട് ജനം പ്രതികരിച്ചു തുടങ്ങി. അപ്പൊ കേരളത്തെ ഇപ്പം വർഗീയതാമുക്തമാക്കണമെന്നൊക്കെ പറയുന്നവരുടെ ലക്ഷ്യം വർഗീയതക്കെതിരല്ലത്, ഹിന്ദു വിരുദ്ധ വർഗീയതയ്ക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നത്. എനിക്കറിയാം, കൃത്യമായും അറിയാം, ഓരോ സന്ദർഭങ്ങളിലും കേരളത്തിലെ ഗ്രാമാന്തരങ്ങളില് മൂന്നാമതൊരു ശക്തി, പച്ചയായിട്ട് പറഞ്ഞാൽ രാഷ്ട്രീയ സ്വയംസേവക സംഘവും ഭാരതീയ ജനതാ പാർട്ടിയൊക്കെ വളർന്നു വരുന്ന ഘട്ടം വരെ കോട്ടയത്തും തിരുവല്ലായിലും മലപ്പുറത്തും എല്ലായിടത്തും കോഴിക്കോടും എല്ലാം പല ഗ്രാമങ്ങളിലും ഹിന്ദുവിനെ തല ഉയർത്തി ജീവിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ക്ഷേത്രങ്ങളിലോട്ട് മനസമാധാനത്തോടെ പോകാൻ പറ്റില്ലായിരുന്നു. പരിഹാസം ഉണ്ടാവുമായിരുന്നു, അവഗണന ഉണ്ടായിരുന്നു, അവഹേളന ഉണ്ടായിരുന്നു. അതുപോലെ കലാപരിപാടികളോ സിനിമകളോ, അവിടെയൊക്കെ ഹിന്ദുവിനെതിരെ എന്തും കാണിക്കാം. ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളെ അവഹേളിക്കാം, ഹിന്ദുവിന്റെ സങ്കല്പങ്ങളെ വെല്ലുവിളിക്കാം. അതിന് കൂട്ടു നിൽക്കാൻ വേണ്ടി ഹിന്ദു നാമധാരികളായ കുറച്ച് പേരും ഉണ്ടായിരുന്നു. ഇപ്പൊ കാണുന്നുണ്ടല്ലോ, സനാതന ഹിന്ദുവിനെ നശിപ്പിക്കണമെന്ന് പറയുന്ന കൂട്ടത്തില് ഏറ്റവും കൂടുതൽ വാചാലമായി സംസാരിക്കുന്നത് രമേശ് ചെന്നിത്തലമാരും VD സതീശന്മാരും പിണറായി വിജയന്മാരും ഒക്കെയാണ്. ആ സാഹചര്യത്തിന് തീരെ കുറഞ്ഞത് ഹിന്ദുവിനെ പരിപോഷിപ്പിച്ചില്ലെങ്കിൽ പോലും, ഹിന്ദുവിനൊപ്പം നിന്നില്ലെങ്കിൽ പോലും ഹിന്ദുവിനെ കൂടെ പരിഗണിക്കണം. അഡ്വക്കേറ്റ് പി ഗോപാലകൃഷ്ണൻ പറഞ്ഞതില് ഒരു തെറ്റുമില്ല. എന്തുകൊണ്ട് ഗുരുവായൂര് 50 വർഷമായിട്ട് ഹിന്ദു സ്ഥാനാർത്ഥി നിർത്താത്ത ചോദ്യം അവിടെ കൊണ്ട് അവസാനിക്കുന്നുവല്ല. ആ ചോദ്യം ചങ്ങനാശ്ശേരിയിലും വേണം. കഴിഞ്ഞ 1967 ശേഷം 50-ൽ പരം വർഷങ്ങളായിട്ട് ഇന്നുവരെ ചങ്ങനാശ്ശേരി നിയോജകമണ്ഡലത്തിൽ NSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സായ ചങ്ങനാശ്ശേരി, അതുപോലെ മതസൗഹാർദ്ദത്തിന് വേണ്ടി പുഴവാതിര ക്ഷേത്രവും ചങ്ങനാശ്ശേരി പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും ഇപ്പുറത്ത് മുസ്ലിം പള്ളിയും പണിതിട്ട് രാജാവ് ഉണരുമ്പം അമ്പലത്തിലെ ശംഖനാദവും ക്രിസ്ത്യൻ പള്ളിയിലെ മണിയടിയും മറ്റടുത്ത ബാങ്കുകളിയും ഒന്നിച്ച് കേൾക്കണമെന്ന് ആഗ്രഹിച്ച ആ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായ ഒരു ഭരണകൂടം നിലനിന്ന ചങ്ങനാശ്ശേരിയില് കഴിഞ്ഞ 50 വർഷമായിട്ട് ബാങ്കുകളെ കേൾക്കണമെന്ന് താല്പര്യമില്ലാത്തവര് ശംഖനാഥം മുഴങ്ങണമെന്ന്
താല്പര്യമില്ലെന്ന് മാത്രമല്ല, അതിനെയൊക്കെ അവഹേളിക്കുന്നവർ മാത്രം MLA ആയാൽ മതി എന്നൊരവസ്ഥ വന്നെങ്കിൽ ഈ അവസ്ഥ ഉണ്ടായ കേരളത്തിന്റെ ഇതാണോ കേരളത്തിന് ആശാവഹമായ പ്രതീക്ഷിക്കാവുന്ന വർഗീയത മുക്തമായ അന്തരീക്ഷം ചിന്തിക്കണം. നേരെ മറിച്ച് ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും എല്ലാ വിഭാഗങ്ങൾക്കും ആ വിഭാഗീയതയെല്ലാം മാറ്റി ഭാരതീയനാണ്, കേരളീയനാണ് എന്ന തോന്നലോടുകൂടി വളരാനും പഠിക്കാനും വളർന്ന് വികസിക്കാനും ഉള്ള അവസരം, തുല്യമായ അവസരം, ആർക്കും പീഡനം വേണ്ട. ജസ്റ്റിസ് ഫോർ ഓൾ, അപ്പീസ്മെന്റ് ഓഫ് നൺ. ആ തലത്തിലേക്ക് കേരളം ഈ തെരഞ്ഞെടുപ്പ് മാറിയില്ലെങ്കിൽ പോലും ആ തലത്തിലേക്ക് മാറുന്നതിനുള്ള ഒരു തുടക്കമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറും എന്ന് പറഞ്ഞാൽ, നേരത്തെ അരികുവൽക്കരിച്ചിരുന്ന, അവഗണിക്കപ്പെട്ടിരുന്ന, അവഹേളിക്കപ്പെട്ടിരുന്ന ആ സമൂഹം കൂടെ, ഹൈന്ദവ സമൂഹം കൂടെ കേരളത്തിന്റെ രാഷ്ട്രീയ മുഖ്യധാരയിൽ ഉണ്ടാവണം എന്ന ചിന്തയ്ക്ക് ഉറപ്പ് നൽകുന്നതിനുള്ള തുടക്കമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്.